എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ലാത്ത ഷെയർ ഞാൻ എങ്ങനെയാ വിൽക്കുന്നത്? ഇതിനെയാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ആയിരിക്കാം, പക്ഷെ എങ്ങനെ ചെയ്യും? അതെ, ഷെയർ നിന്റെ കയ്യിലില്ല, എന്നാൽ നിന്റെ ട്രേഡിംഗ് അക്കൗണ്ടുള്ള ബ്രോക്കറിന്റെ കയ്യിൽ ഒരുപാട് ഷെയർസ് ഉണ്ട്. റിലയൻസിന്റെ ഷെയറിന്റെ വില 100 ആണെന്ന് വെച്ചോ. ചിലപ്പോൾ അത് താഴോട്ട് പോകുന്ന നിനക്ക് തോന്നും. അപ്പൊ നീ ബ്രോക്കറോട് പറയുന്നു 100 ഷെയർസ് 10 രൂപയുടെ വിലയ്ക്ക് അങ്ങ് വിറ്റോന്ന്. ഇപ്പൊ അവൻ 10 രൂപയ്ക്ക് 100 ഷെയർ വിറ്റിരിക്കുക. അവന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? 1000. ആ 1000 എനിക്ക് കിട്ടുമോ? അങ്ങനെയല്ല, അത് അത്ര എളുപ്പമല്ല. നീ ആദ്യം വിറ്റ ഷെയർ ആരെങ്കിലും ഒക്കെ ഒന്നും മേടിക്കണ്ടേ? എന്നാൽ സെറ്റിൽമെന്റിന് ഷെയർ മാർക്കറ്റിലുള്ള സൈക്കിൾ 14 ദിവസമാണ്. ഈ 14 ദിവസങ്ങളിൽ ഷെയറിന്റെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. 110, 120, 80, 90. ഷെയറിന്റെ വില 80 രൂപയാവുമ്പോ നീ നിന്റെ ബ്രോക്കറിനോട് പറയാ എനിക്ക് 10 ഷെയർ വേണം. അപ്പൊ ആ 10 ഷെയർ കൊണ്ട് മേടിക്കുമ്പോ എത്ര പൈസ? 800. ആ, ഇതിനെയാണ് ട്രാൻസാക്ഷൻ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. 1000 വിറ്റു, 800 തിരിച്ചു മേടിച്ചു. പ്രോഫിറ്റ് എത്രയായി? 200. 200ന്റെ പ്രോഫിറ്റ്. മുഴുവനായിട്ടല്ല, അതിൽ കുറച്ച് കമ്മീഷൻ വരും. ബാക്കി പൈസ നിന്റെയാ.